നമസ്കാരം. ഇന്ന് മുതൽ നമുക്കൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ഈ ഒരു സീരീസ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ദിവസം 5 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നു. ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിക്കുന്നു. അതായത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും ഈ ഒരു സീരീസ് പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഇന്ന് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ASMന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 09/7/2025 അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ, ASMന്റെ ആണ്. അപ്പം നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? നമുക്കൊക്കെ അറിയാം ഏത് സമ്മേളനമാണത്. ലാഹോർ സമ്മേളനമാണ് അല്ലെ, ലാഹോർ സമ്മേളനമാണ്. അപ്പൊ നമുക്ക് ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലാഹോർ സമ്മേളനം നടന്ന വർഷം എന്ന് പറയുന്നത് 1929 എന്താണ് 1929 ലാഹോർ സമ്മേളനം നടന്നിരിക്കുന്നത്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഒരു സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി ഈ ലാഹോർ എവിടെയാണ്? ലാഹോർ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനിലാണ് കേട്ടോ. പാകിസ്ഥാനിലാണ് ഈ പറയുന്ന ലാഹോർ എന്ന് പറയുന്ന സ്ഥലം. ഇനി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തിന്റെ കൂടെ തന്നെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി സ്വീകരിച്ച ഒരു സമ്മേളനമാണ് ഈ പറയുന്ന സമ്മേളനം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം കൂടെയാണ്. എന്താണ്? നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അതും നമ്മൾ പറയണം ലാഹോർ സമ്മേളനമാണ്. ഇനി 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി അല്ലേ. എന്താണ്? ഇന്ത്യൻ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തി. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? പൂർണ്ണ സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട്. അത് 1929 ഡിസംബർ 31 ഇനി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. പിന്നീട് നമുക്കറിയാം ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്നത് ജനുവരി 26 അത് ഈ പറയുന്ന 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാനും തീരുമാനമെടുത്തിരുന്നു. ഇനി നമുക്കങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നീക്കൂത്തി ഇളവ് എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? അപ്പൊ നീക്കൂത്തി ഇളവ് ഇറയിളി ആയിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കർഷകരായിട്ടുള്ള സൈനികർക്ക്. അപ്പൊ ഒരു പോയിന്റും കൂടെ ഉണ്ട്. എന്താണ്? ആ സമയത്ത് കർഷകരെ സൈനികരായിട്ട് നിയമിച്ചിരുന്നു അല്ലെ. കർഷകരായിട്ടുള്ള സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്നൊരു നികുതി ഇളവാണ് ഈ പറയുന്ന ഇറയിളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ മുഴുവൻ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ്. എന്താണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടമാണ്. 1729 മുതൽ 1758 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. 1706 കിളിമാനൂര് കോയിത്തമ്പുരാന്റെ മകനായിട്ടായിരുന്നു ജനനം. എന്താണ്? 1706 അദ്ദേഹത്തിന്റെ പിതാവ് ആരായിരുന്നു? കിളിമാനൂര് കോയിത്തമ്പുരാന്റെ മകനായിട്ടാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നുണ്ട്. എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയമെന്നറിയപ്പെടുന്നുണ്ട്. എന്താണ്?
ചോരയുടെയും ഇരുമ്പിന്റെയും നയം മാർത്താണ്ഡവർമ്മയുടെ നയമാണ്. ആധുനിക അശോകൻ എന്ന അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് ഭരണ തലസ്ഥാനം എവിടെയായിരുന്നു? അത് പത്മനാഭപുരം അഥവാ കൽക്കുളത്തായിരുന്നു. പത്മനാഭപുരത്ത് കൽക്കുളത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? അത് മാവേലിക്കരയിലായിരുന്നു. വ്യാപാര തലസ്ഥാനം മാവേലിക്കരയിലുമായിരുന്നു. ഒന്നാമത്തെ തൃപ്പടിദാനം നടത്തിയ വ്യക്തിയാണ് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ അദ്ദേഹം ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്താണ്? 1723 നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ബ്രിട്ടീഷുകാരുമായിട്ട് അദ്ദേഹം ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടിയുടെ പേരാണ് വേണാടുടമ്പടി. ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഈ പറയുന്ന വേണാടുടമ്പടി. അത് ഒപ്പുവെച്ചത് ഈ പറയുന്ന അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനും നമ്മുടെ മാർത്താണ്ഡവർമ്മയും കൂടെയാണ്. കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 ഒരു മനുഷ്യനെ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് മല്ലൻ ശങ്കരൻ. എന്താണ്? പള്ളിയാടി മല്ലൻ ശങ്കരനെയാണ് നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ നടത്താനായിട്ട് മാർത്താണ്ഡവർമ്മ പ്രത്യേകമായിട്ട് നിയമിച്ചത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തരംതിരിച്ചു. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4 തരംതിരിച്ചു. ഇനി മാർത്താണ്ഡവർമ്മയും പിന്നെ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച ഒരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണിത മഹാരാജാവാണ്. തിരുവിതാംകൂറിലെ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. എന്താണ്? ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചതും അദ്ദേഹമാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാണ്. എന്താണ്? മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാണ്. ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത രാജാവാണ്. ഉദയഗിരിക്കോട്ട പുതുക്കിപ്പണിത മഹാരാജാവാണ് ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ. ഇനി തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം അഥവാ സ്ഥിരം സൈന്യത്തിന്റെ പേരാണ് മറവപ്പട. ഈ മറവപ്പടയെ ഏർപ്പെടുത്തിയതും മാർത്താണ്ഡവർമ്മയാണ്. ഇനി വട്ടക്കോട്ട നിർമ്മിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നത് കൃഷ്ണശർമ്മയാണ്. കൃഷ്ണശർമ്മ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന നായർ സമുദായത്തിന്റെ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അതിന്റെ പേര് നായർ ബ്രിഗേഡ് എന്നാണ്. നായർ ബ്രിഗേഡ്. ഇനി ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ട് പരാജയപ്പെട്ട ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ അന്ന് കീഴടങ്ങിയ ആ ഒരു സൈന്യാധിപന്റെ പേര് ഡിലനോയി എന്നാണ്. എന്താണ്? ഡിലനോയി. ഇനി തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ആര്? ഡിലനോയി അറിയപ്പെടുന്നുണ്ട്. ഇനി ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് വീര രവിവർമ്മ എന്ന് പറയുന്ന രാജാവുമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം അത് മലബാറാണ്. എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. ഈ മലബാർ പ്രത്യക്ഷ ഭരണത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ലഭിക്കാൻ കാരണമായിട്ടുള്ള ഒരു ഉടമ്പടിയുണ്ട്. അത് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. അത് ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലായിരുന്നു. എന്താണ്? ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ 1792 ഈ പറയുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുന്നത്. ഇനി അടുത്തതാണ് 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്, അഥവാ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആരായിരുന്നു EMS? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയായിരുന്നു, അല്ലെ മുഖ്യമന്ത്രി ആയിരുന്നു EMS. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം. അദ്ദേഹം ജനിച്ചത് പെരിന്തൽമണ്ണയിലാണ്, മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. കേരളത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അല്ലാത്ത ആദ്യത്തെ ഇന്ത്യക്കാരനാണ്, അല്ലേ? അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരമായിരുന്നു. എവിടെയായിരുന്നു? നീലേശ്വരം. EMSന്റെ മണ്ഡലമായിരുന്നു നീലേശ്വരം. ഐക്യ കേരളം എന്ന ആശയത്തിലൂടെ ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയും EMS നമ്പൂതിരിപ്പാടാണ്. ഇനി VT ഭട്ടതിരിപ്പാട് നയിച്ച യോഗക്ഷേമ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാലും EMS നമ്പൂതിരിപ്പാടാണ്. കാർഷിക ബന്ധ ബില്ല് ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു? അതും EMS നമ്പൂതിരിപ്പാടാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുമുണ്ട്. ഇനി EMSന്റെ ആത്മകഥ എന്ന പേരിൽ തന്നെയാണ്. EMSന്റെ നേതൃത്വത്തിൽ ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേര് പ്രഭാതം എന്നാണ്. പ്രഭാതം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയും EMS ആണ്. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയവ അവതരിപ്പിച്ചതും EMS ആണ്. അതുപോലെ തന്നെ EMS നേതൃത്വം നൽകിയ ആ ഒരു മന്ത്രിസഭയാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുഞ്ചു എന്നായിരുന്നു, അല്ലെ? കുഞ്ചു എന്നായിരുന്നു. ഇനി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 5 സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു EMS. ഇനി EMSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിമോചന സമരം, അല്ലെ? അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു അത്. 1959 ഈ പറയുന്ന വിമോചന സമരം നടക്കുന്നത്. അത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി നടത്തിയ ഒരു വിദ്യാഭ്യാസ ബില്ലിനോടുള്ള എതിർപ്പാണ് ഈ പറയുന്ന വിമോചന സമരത്തിലേക്ക് നയിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനായിരുന്നു. അങ്ങനെ ഈ വിമോചന സമരത്തെ തുടർന്നിട്ട് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള 1ാം കേരള നിയമസഭ പിരിച്ചുവിട്ടു, അല്ലെ? കേരള മന്ത്രിസഭ പിരിച്ചുവിട്ടു. അത് 1959 ജൂലൈ മാസം 31-ാം തീയതിയാണ് ഈ പറയുന്ന 1ാം മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു, അല്ലേ? പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളും കൂടെ നമുക്ക് നോക്കാം. EMSന്റെ കേരളം ഇന്നലെ ഇന്ന് നാളെ, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, ബെർലിൻ ഡയറി, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ കേരള, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, വേദങ്ങളുടെ നാട്,
കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ എന്നിവ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. കേരളം ഇന്നലെ ഇന്ന് നാളെ, 1.25 കോടി മലയാളികള്, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പിന്നെ നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, കാൾ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പ്രസന്റ് മൂവ്മെന്റ് ഇൻ കേരള, വേദങ്ങളുടെ നാട്, കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ. ഇനി ശുദ്ധി പ്രസ്ഥാനം അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ്. 5ാമത്തെ ക്വസ്റ്റ്യനാണ്, ഈ വീഡിയോയുടെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, അത് ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ആര്യ സമാജം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 1875 സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്നൊരു പ്രസ്ഥാനമാണ് ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ആര്യ സമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് ബോംബെയിലായിരുന്നു സ്ഥാപിതമായത്. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? അത് ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. 10 തത്വങ്ങൾ ആര്യ സമാജവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയുണ്ട്, അതാണ് സത്യാർത്ഥ പ്രകാശം. അപ്പൊ സത്യാർത്ഥ പ്രകാശം സ്വാമി ദയാനന്ദ സരസ്വതി. അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചൊരു സംഘടനയുണ്ട്, അതാണ് ശുദ്ധി പ്രസ്ഥാനം. അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സംഘടനയാണ് ശുദ്ധി പ്രസ്ഥാനം. ഇനി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്തിരുന്നു. ഇനി ആര്യന്മാര് ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റി പരാമർശിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം. ഇനി വിഗ്രഹാരാധനയും ശൈശവ വിവാഹവും എന്നിവയൊക്കെ എതിർത്ത സംഘടനയാണ് അദ്ദേഹത്തിന്റെ ആര്യ സമാജം. ഇനി വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ചിട്ട് സ്വദേശി മാർഗം സ്വീകരിക്കാനായിട്ട് ഉപദേശിച്ച നവോത്ഥാന നായകനാണ് ദയാനന്ദ സരസ്വതി. ഇനി ഹിന്ദു മതത്തിലെ കാൽവിൻ എന്ന് ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യക്കാർക്കെന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തി. പിന്നെ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നുണ്ട്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണം എന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് പിന്നെ കാണാം.